നമുക്കറിയാം നമ്മൾ എല്ലാ ദിവസവും കാൽഷ്യം എടുക്കണം എന്ന് നമുക്കറിയാം. പക്ഷേ എന്തിനാണ് കാൽഷ്യം ഇൻടേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഒരു ആവറേജ് പേഴ്സണ് ഒരു ദിവസം 1200 to 1500 milligrams ഓഫ് കാൽഷ്യം ഡെയിലി റിക്വയർമെൻ്റ് ആയിട്ട് വേണം. പെർ ഡേ നമുക്ക് വേണ്ടത് 1200 to 1500 milligram ഓഫ് കാൽഷ്യം നമുക്ക് ഒരു ദിവസം വേണം. സോ ഇറ്റ് ഇസ് നോവെയർ നിയർ അല്ലേ. ഇപ്പോൾ 500 mg ഓഫ് കാൽഷ്യം നമ്മൾ ഡെയിലി ഒരെണ്ണം വെച്ച് എടുത്താൽ പോലും ഇറ്റ്സ് നോവെയർ നിയർ ടു 1200 അല്ലെങ്കിൽ 1500. നമുക്ക് ആക്ച്വലി വേണ്ട റേഞ്ചിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല. ചില പേഷ്യൻസിന് ഹൈപ്പർ പാരാതൈറോയിഡിസം ഒരു ഡിസീസ് ഉണ്ട്. ആ സമയത്ത് പാരാതൈറോയിഡ് ഹോർമോൺ ലെവൽ നല്ലോണം കൂടും. ആ സമയത്ത് ബോൺ നല്ലോണം വലിക്കും കാൽഷ്യം. ബോൺ നല്ലോണം വലിച്ചു കഴിഞ്ഞാൽ ബോണിൻ്റെ കാൽഷ്യം കുറയും. ദാറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ ഓസ്റ്റിയോപോറോസിസ്. മനസ്സിലായില്ല? നമ്മുടെ ബോഡിക്ക് നമ്മുടെ ബോഡിയിൽ കാൽഷ്യം കുറവാണെങ്കിൽ ഈ ഫങ്ഷനിങ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കത്തില്ല. നമ്മുടെ ബ്ലഡിൽ എപ്പോൾ നമ്മൾ കാൽഷ്യം ലെവൽ ചെക്ക് ചെയ്താലും കാൽഷ്യം എപ്പോഴും നോർമൽ റേഞ്ചിൽ നമുക്ക് കാണത്തുള്ളൂ. ഈ എൽഡർലി ആൾക്കാരിൽ ഈ നമ്മൾ ഈ ബോൺസ് ഭയങ്കര വീക്ക് ആവാറില്ലേ ഓവർ ദി ഏജ് ടൈം. അതുപോലെ ഈ പോസ്റ്റ് മെനോപോസിൽ വുമൻസിന്റെ പോസ്റ്റ് മെനോപോസിലും ഈ ബോൺ വീക്കനിങ് ഒക്കെ കൂടുതൽ കാണപ്പെടാറുണ്ട്. അപ്പം അതിനെ പറ്റി അതിൽ എന്താ? ഓക്കെ, അതുകൊണ്ട് നമ്മൾ കാൽഷ്യം സപ്ലിമെന്റ്സ് എസ്പെഷ്യലി മെനോപോസിൽ കഴിയുമ്പോഴത്തേക്കിനും ഇൻ വിമൻ ആൻഡ് മെൻ അബവ് 60 years ഓഫ് ഏജ് ഷുഡ് ഡെയിലി ഹാവ് 1 tablet ഓഫ് കാൽഷ്യം. ഒരു കാൽഷ്യം സപ്ലിമെന്റ് എടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അവരൊന്ന് വീണ് കഴിയുമ്പോൾ വീണ് കഴിഞ്ഞ് ഈ ഒടിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ആയിരിക്കും നമ്മൾ അറിയുന്നത് അവരുടെ ഡെൻസിറ്റി കുറവായിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ബോഡി നമ്മളുടെ ബോൺസിൽ നിന്നാണ് കാൽഷ്യം എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ പണ്ടത്തെ ഇപ്പം നമ്മളുടെ അമ്മച്ചിമാരുടെ ഒക്കെ നോക്കുമ്പോൾ അവരുടെ ബോൺ സ്ട്രെങ്ത് ഒക്കെ വീക്കാണ്. കാരണം എന്താണ്? ആവശ്യത്തിന് കാൽഷ്യം ചെന്നിട്ടില്ല. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് ഇനിയുള്ള ജനറേഷനിൽ നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കണം. നമ്മൾ പറയും നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കണം എന്നൊക്കെ പറയും. ഈ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മൾ യൂറിൻ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം കുടിക്കുന്നത്. ഓക്കെ, ഈ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആകുമ്പോഴത്തേക്കിനുമാണ് അത് പയ്യെ സ്റ്റോൺസ് ആയി മാറുന്നത്. ഹലോ എവരിവൺ, വെൽക്കം ടു മെഡ്വെഞ്ചർ ടോക്സ്. myself Dr. Amal Krishnan and I am Dr. Jaren Johnson. ഇന്ന് നമുക്കൊരു മിത്ത് ബേസ്റ്റ് ചെയ്താലോ? ലൈക്ക് ഒരു കോമൺ മിസ്കൺസെപ്ഷൻ ഉണ്ട്. അതായത് കാൽഷ്യം നമ്മൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഈ കിഡ്നി സ്റ്റോൺസ് അതൊക്കെ വരുന്നുള്ള കുറെ ആൾക്കാർക്ക് കുറെ പേടികളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി എന്താ? എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം അല്ലേ, എൽഡർലി ആൾക്കാർ പറയുന്നത് കാൽഷ്യം സപ്ലിമെന്റ് ഒന്നും എടുക്കണ്ട, ചുമ്മാ സ്റ്റോൺ ഒക്കെ വരും, കിഡ്നി സ്റ്റോൺ ഒക്കെ വരും, അതുകൊണ്ട് സപ്ലിമെന്റ്സ് എടുക്കണ്ട എന്ന് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ആക്ച്വലി സെയിങ് ഒരു ആവറേജ് പേഴ്സണ് ഒരു ദിവസം 1200 to 1500 milligrams ഓഫ് കാൽഷ്യം ഡെയിലി റിക്വയർമെൻ്റ് ആയിട്ട് വേണം. ഓക്കെ, മന്ത്ലി പോലും അല്ല, ഡെയിലി റിക്വയർമെൻ്റ് ആയിട്ട് വേണം. അപ്പം നമ്മൾ എത്ര ഡയറ്ററി ഫുഡ് ഇൻടേക്ക് ചെയ്തെന്ന് പറഞ്ഞാലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗ്ലാസ് മിൽക്കിൽ എന്തോരം കാൽഷ്യം ഉണ്ട്? നിയർലി ഒരു 50 milligram ഓഫ് കാൽഷ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പം പെർ ഡേ നമുക്ക് വേണ്ടത് 1200 to 1500 milligram ഓഫ് കാൽഷ്യം നമുക്ക് ഒരു ദിവസം വേണം. സോ ഇറ്റ് ഇസ് നോവെയർ നിയർ അല്ലേ. 50 എന്നൊക്കെ പറയുന്നത് ഭയങ്കര കുറവാണ്. നമുക്കൊരു ഗ്ലാസ് പാല് ഞങ്ങൾ കുടിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാ ദിവസവും പാല് കുടിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ നമുക്ക് ആവശ്യത്തിന് കാൽഷ്യം കിട്ടും എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ ദാറ്റ് ഈസ് വെരി ലെസ്. അതാണ് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സപ്ലിമെൻ്റ് എടുത്തു എന്ന് വിചാരിച്ചോ, ഡെയിലി സപ്ലിമെൻ്റ് ഓഫ് കാൽഷ്യം. അപ്പോൾ കാൽഷ്യത്തിൻ്റെ ഒരു ടാബ്ലറ്റിൽ എത്ര mg ഉണ്ട്? 500 mg ഓഫ് കാൽഷ്യമാണ് നമ്മുടെ ഡെയിലി സപ്ലിമെൻറ്റ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡെയിലി കാൽഷ്യം സപ്ലിമെൻറ്റ്സിൽ. അപ്പോൾ 500 mg ഓഫ് കാൽഷ്യം നമ്മൾ ഡെയിലി ഒരെണ്ണം വെച്ച് എടുത്താൽ പോലും ഇറ്റ്സ് നോവെയർ നിയർ ടു 1200 അല്ലെങ്കിൽ 1500. നമുക്ക് ആക്ച്വലി വേണ്ട റേഞ്ചിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ 500 mg ഓഫ് കാൽഷ്യം ഒരു ദിവസം എടുത്താൽ പോലും അപ്പോൾ അത് അപ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ഒരു ടാബ്ലറ്റ് കാൽഷ്യം അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെൻറ്റ് ഡെയിലി എടുക്കുന്നത് വഴി ഒരിക്കലും അത് കിഡ്നി സ്റ്റോൺ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യത്തില്ല. കാരണം എന്താ? കാൽഷ്യം അത്ര കുറവാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമുക്ക് ഈ കാൽഷ്യം വേണ്ടേ എന്ന്. നമുക്കറിയാം നമ്മൾ എല്ലാ ദിവസവും കാൽഷ്യം എടുക്കണം എന്ന് നമുക്കറിയാം. പക്ഷേ എന്തിനാണ് കാൽഷ്യം ഇൻടേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? എന്തിനായിരിക്കും? കാൽഷ്യം മെയിനായിട്ട് നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസും കാൽഷ്യം ഡിപ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന കാര്യങ്ങളാണ്. സ്റ്റാർട്ടിങ് ഫ്രം നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ആണെങ്കിൽ പോലും, നെർവ് ഫംഗ്ഷൻ ആണെങ്കിൽ പോലും, പിന്നെ ബോൺസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ബോൺസിന്റെ സ്ട്രെങ്ത് കൊടുക്കുന്നത് കാൽഷ്യം ആണ് അല്ലേ. കാൽഷ്യം ആണ് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം കാൽഷ്യം ഇസ് എസെൻഷ്യൽ അല്ലേ. എല്ലാം നമ്മളുടെ പല ബോഡി ഫംഗ്ഷൻ, ഇപ്പം ഹാർട്ട് പമ്പ് ചെയ്യാനായിട്ട് അല്ലേ, എല്ലാ മസിൽസിന്റെ കോൺട്രാക്ഷന് വേണ്ടിയിട്ടും ഹാർട്ട് പമ്പ് ചെയ്യാനായിട്ടും എല്ലാം നമുക്ക് കാൽഷ്യം റിക്വയർഡ് ആണ്. അപ്പം
വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ ബോഡിക്ക് നമ്മുടെ ബോഡിയിൽ കാൽഷ്യം കുറവാണെങ്കിൽ ഈ ഫങ്ഷനിങ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കത്തില്ല അല്ലേ. അതുകൊണ്ട് നമ്മളുടെ ബോഡി എന്ത് ചെയ്യും, ഈ കാൽഷ്യം എവിടെ നിന്നാണ് നമ്മുടെ ബോഡി എടുക്കുന്നത്, നമ്മുടെ ബോൺസിൽ നിന്ന് കാൽഷ്യം കടമെടുക്കും. ഓക്കെ, നമ്മുടെ ബോൺസിൽ നിന്ന് നമ്മളുടെ ബോഡി കാൽഷ്യം കടമെടുത്തിട്ട് നമ്മളുടെ ഈ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യും. കാരണം ഈ ആക്ടിവിറ്റീസ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്, നമ്മളുടെ ബോഡി ഫങ്ഷനിങ്ങേ നിന്ന് പോകും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബോഡി നമ്മളുടെ ബോണിൽ നിന്ന് കാൽഷ്യം എടുക്കുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ബോൺ സ്ട്രെങ്ത് കോംപ്രമൈസ്ഡ് ആകും അല്ലേ. ഓക്കെ, ബോൺ അപ്പം വീക്ക് ആകും. ദർ ആർ ഇൻക്രീസ്ഡ് ചാൻസസ് ഓഫ് ഫ്രാക്ചേഴ്സ് അല്ലേ, അതാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മളുടെ ബ്ലഡിൽ എപ്പോൾ നമ്മൾ കാൽഷ്യം ലെവൽ ചെക്ക് ചെയ്താലും കാൽഷ്യം എപ്പോഴും നോർമൽ റേഞ്ചിൽ നമുക്ക് കാണത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ കാൽഷ്യം കുറവാണെങ്കിലും ഒരിക്കലും നമ്മുടെ ബ്ലഡ് ലെവൽസിൽ അത് ഇൻഡിക്കേറ്റഡ് ആവത്തില്ല. കാരണം എന്താണ്, എപ്പോഴും നമ്മുടെ ബോഡി ബ്ലഡിൽ നിന്ന് കാൽഷ്യം എപ്പോഴും നമ്മളുടെ ബോഡി ബ്ലഡ് ലെവലിലെ കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്യുവാണ്. അതെ, കാരണം എന്താ, അത് ബോൺസിൽ നിന്ന് കാൽഷ്യം എടുക്കുന്നുണ്ട് ടു ക്യാരി ഔട്ട് അതർ ഫങ്ഷൻസ്. കാരണം അതർ ഫങ്ഷൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി നിന്ന് പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ ബ്ലഡിലെ നോർമൽ റേഞ്ചിലായിരിക്കും കാൽഷ്യം ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ എഫക്റ്റ് ആവുന്നത് ആരാണ്, നമ്മുടെ ബോൺസ് ആണ് അല്ലേ. കാരണം ബോൺസിൽ നിന്ന് ഇവർ എടുക്കുന്നത് കൊണ്ടാണ് കാൽഷ്യം കുറയുന്നത്. ഈ എൽഡർലി ആൾക്കാരിൽ ഈ നമ്മൾ ഈ ബോൺസ് ഭയങ്കര വീക്ക് ആവാറില്ലേ ഓവർ ദി ഏജ് ടൈം. അതുപോലെ ഈ പോസ്റ്റ് മെനോപോസിൽ വുമൻസിന്റെ പോസ്റ്റ് മെനോപോസിലും ഈ ബോൺ വീക്കനിങ് ഒക്കെ കൂടുതൽ കാണപ്പെടാറുണ്ട്. അപ്പം അതിനെ പറ്റി എന്താ? അതെ, യങ്ങർ പീപ്പിളിൽ നമ്മളിത് കാണത്തില്ല. കാരണം എന്താണ്, അവർക്ക് ഡയറ്ററി ഫുഡ് വഴി ഇത് കിട്ടുമ്പം അവർക്ക് ആബ്സോർപ്ഷൻ കൂടുതലാണ്. പക്ഷെ നമ്മൾ വയസ്സാവും തോറും നമുക്ക് ഈ കിട്ടുന്ന ഡയറ്ററി ഫുഡിൽ നിന്ന് ആബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുവാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇനഫ് കാൽഷ്യം കിട്ടുന്നില്ല. അപ്പം എന്ത് പറ്റും, നമ്മളുടെ ബോൺസ് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡയറ്ററി എന്നുള്ള സോഴ്സ് ആബ്സോർബ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഈവൻ ഇഫ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ആബ്സോർപ്ഷൻ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കാൽഷ്യം സപ്ലിമെൻറ്റും കൂടെ കൊടുക്കുന്നത് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കിനും. ആൻഡ് എസ്പെഷ്യലി വിമൻ ആഫ്റ്റർ മെനോപോസൽ. കാരണം അവരുടെ ഈസ്ട്രോജൻ ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് ആൻഡ് പ്രൊവൈഡിങ് ബോൺ സ്ട്രെങ്ത്. പക്ഷേ ഈസ്ട്രോജൻ അവരുടേത് നിന്ന് കഴിയുമ്പോഴത്തേക്കിനും എന്ത് പറ്റും, അവരുടെ ബോൺസ് വീക്കായി തുടങ്ങും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എസ്പെഷ്യലി മെനോപോസൽ കഴിയുമ്പോഴത്തേക്കിനും ഇൻ വിമൻ ആൻഡ് men above 60 years of age should daily have one tablet of calcium. ഒരു കാൽഷ്യം സപ്ലിമെൻ്റ് എടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വേറൊരു ഡൗട്ടാണ്, ഈ നമ്മൾ ഈ വൈറ്റമിൻ ഡിയും കാൽഷ്യം തമ്മിലുള്ള റിലേഷൻ. അതാണ് ഓക്കെ. അപ്പം ഈ ബേസിക്കലി സൺലൈറ്റിൽ നിന്നാണ് കൂടുതൽ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പം അത് തമ്മിൽ ആക്ച്വലി വൈറ്റമിൻ ഡി എടുക്കുന്ന ഒരാൾക്ക് കാൽഷ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? വൈറ്റമിൻ ഡി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറ്റമിൻ ഡിയും കാൽഷ്യവും രണ്ടും ഡിഫറെൻറ്റ് ഫങ്ഷനാണ്. വൈറ്റമിൻ ഡി കാൽഷ്യവും ആക്ച്വലി ഒരു പേഴ്സൺ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വൈറ്റമിൻ ഡി എപ്പോഴും നമ്മൾ കാൽഷ്യം കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് സപ്ലിമെൻറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറ്റമിൻ ഡി കാൽഷ്യത്തിൻ്റെ ആബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ടാബ്ലറ്റ്സ് ഉണ്ടാക്കുമ്പോൾ കോമ്പിനേഷനിൽ ഈ ടാബ്ലറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇത് കിഡ്നി സ്റ്റോണിലേക്ക് ലീഡ് ചെയ്യാത്തതെന്ന് നമ്മൾ പറഞ്ഞില്ല അല്ലേ. കാരണം എന്താ, നമ്മൾ എത്ര കാൽഷ്യം എടുത്താലും ഒരിക്കലും ഒരു സ്റ്റോൺ ഫോം ചെയ്യാനും മാത്രം കാൽഷ്യം നമ്മളുടെ ബോഡിയിൽ ഇല്ല. ഈവൻ ഇഫ് നമ്മൾ ഒരു ടാബ്ലറ്റ് ഓഫ് കാൽഷ്യം എടുത്താൽ അതിൽ 500 mg ഓഫ് കാൽഷ്യം ഉള്ളൂ. ആൻഡ് ഈ 500 mgയിൽ നിയർലി 10% മാത്രമേ നമ്മളുടെ ബോഡി ആബ്സോർബ് ചെയ്യുന്നുള്ളൂ. ബാക്കി മുഴുവൻ വേസ്റ്റ് ആയി പോകുക. അപ്പോൾ വളരെ കുറച്ച് എമൗണ്ട്, ഈവൻ ഇഫ് നമ്മൾ സപ്ലിമെൻ്റ് എടുത്താൽ പോലും വളരെ കുറച്ച് എമൗണ്ട് ഓഫ് കാൽഷ്യമേ നമ്മുടെ ബോഡിയിൽ ആക്ച്വലി റീച്ച് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഒരു കിഡ്നി ഇഞ്ചറിയോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ കൂടുന്ന ഹൈപ്പർ കാൽസ്യമി ഉണ്ടാക്കാനും മാത്രമുള്ള കാൽഷ്യം നമ്മളുടെ ബോഡിയിലില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ദാറ്റ് ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കണം. ഡെയിലി ഒരു ടാബ്ലറ്റ് എടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യൂഷ്വലി ഇത് പറഞ്ഞാൽ ഇപ്പം നോർമൽ കാൽഷ്യം പോലും ആൾക്കാരുടെ ബോഡിയിൽ കാണുന്നില്ല. അതെ, നോർമൽ അല്ല, ബ്ലഡ് ടെസ്റ്റിൽ പക്ഷെ നമുക്ക് നോർമലായിട്ട് എപ്പോഴും കാണത്തുള്ളൂ. കാരണം എന്താ, ബോണിൽ നിന്ന് അത് എടുക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോഴത്തേക്കിനും കാൽഷ്യം കുറവാന്ന് കാണത്തില്ല. എപ്പോഴും കാൽഷ്യം നോർമൽ റേഞ്ചിലാണ്. ഈവൻ വിറ്റമിൻ ഡി കുറവാന്ന് കാണും അല്ലേ. നമുക്കിങ്ങനെ ഇൻസഫിഷ്യൻറ്റ്, ഡെഫിഷ്യൻറ്റ് അങ്ങനത്തെ റേഞ്ചസിൽ വരും വൈറ്റമിൻ ഡി നോക്കുമ്പോഴത്തേക്കിനും. പക്ഷേ കാൽഷ്യം ഒരിക്കലും ഒരു നോർമൽ പേഴ്സണിൽ കുറവാന്ന് കാണിക്കത്തില്ല. എപ്പോഴും അത് നോർമൽ റേഞ്ചിൽ നിൽക്കും. കാരണം ബോണിൽ നിന്ന് ഇത് എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ബോൺ മിനറൽ ഡെൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക്, അതായത് ഈ ഏജിലുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. ഒരു 50 above, ഒരു 60 above വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മളൊന്ന് ബോൺ മിനറൽ ഡെൻസിറ്റി നോക്കിയാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാവും. ചിലർക്ക് ഭയങ്കരമായിട്ട് ഫ്രജൈലാണ്. അവരൊന്ന് വീണ് കഴിയുമ്പോൾ വീണ് കഴിഞ്ഞ് ഈ
ഒടിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ആയിരിക്കും നമ്മൾ അറിയുന്നത് അവരുടെ ഡെൻസിറ്റി കുറവായിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ബോഡി നമ്മളുടെ ബോൺസിൽ നിന്നാണ് കാൽഷ്യം എടുത്തുകൊണ്ടിരുന്നത്, കോംപ്രമൈസ്ഡ് ആയിക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾ പിന്നീട് ഒരു ഫോളോ വന്ന് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. ഇതിൻ്റെ അകം മുഴുവൻ ഹോളോ ആയിരുന്നു, കാൽഷ്യം ഒന്നും ഇല്ലായിരുന്നു, പൊട്ടി കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ടാണ് വയസ്സായവർ ഫോളൊക്കെ വരുമ്പോഴത്തേക്കിനും കൂടുതൽ ചാൻസസ് ഓഫ് ഫ്രാക്ചേഴ്സ് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കിനും. അതുകൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത് ഫോൾസ് ഒന്നും വരാതെ ശ്രദ്ധിക്കണം, കാരണം അവർക്ക് ആവശ്യത്തിന് കാൽഷ്യം ഇല്ല. എസ്പെഷ്യലി ബിക്കോസ് പഴയ ആൾക്കാരിൽ ഒരു അവയർനെസ് ഇല്ലായിരുന്നു. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ട്. യെസ്, നമ്മൾ ഡെയിലി 1 ടാബ്ലറ്റ് ഓഫ് കാൽഷ്യം എടുക്കണം എന്ന് എല്ലാവരും പലയിടത്തുനിന്നും ഇപ്പം ലൈക്ക് എഡ്യൂക്കേഷണൽ ഇങ്ങനത്തെ വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് അറിയാം, ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഒരു സ്റ്റോൺ വരാനും മാത്രം ഒരു കാൽഷ്യം ഇൻടേക്ക് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ പണ്ടത്തെ ഇപ്പം നമ്മളുടെ അമ്മച്ചിമാരുടെ ഒക്കെ നോക്കുമ്പോൾ അവരുടെ ബോൺ സ്ട്രെങ്ത് ഒക്കെ വീക്കാണ്. കാരണം എന്താണ്, ആവശ്യത്തിന് കാൽഷ്യം ചെന്നിട്ടില്ല. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് ഇനിയുള്ള ജനറേഷനിൽ നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കണം, നമ്മൾ എടുക്കണം എന്നുള്ളതിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഫുഡ്, ഏതൊക്കെ ഫുഡ് ലൈക്ക് കാൽഷ്യം കൂടുന്ന ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ മിൽക്ക് അല്ലേ, മിൽക്ക് ഒരു ഗുഡ് സോഴ്സ് ആണ്. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒരു ഗുഡ് സോഴ്സ് ആണ്. അതെ, ബ്രോക്കോളി ഒക്കെ നല്ലൊരു സോഴ്സ് ഓഫ് കാൽഷ്യം ആണ്. അടുത്ത് നമുക്ക് കുറച്ച് കാൽഷ്യം ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഏതൊക്കെയാണ് കാൽഷ്യം റിലേറ്റഡ് ഡിസോർഡർ? ഇത് അപ്പം പറഞ്ഞ പോലെ കാൽഷ്യം ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ് കുറേ ഡിസീസ് വരാറുണ്ട്. ലൈക്ക് നമുക്കറിയുന്ന കോമൺ ആണ് ക്രോണിക് കിഡ്നി ഡിസീസ്. ഒരു പേഷ്യൻറ്റ് ക്രോണിക് കിഡ്നി ഡിസീസിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, CKD ആണെന്ന് തന്നെ എത്തിയാൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അവരുടെ കാൽഷ്യം ഫോസ്ഫറസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരന് CKD ഡിസീസ് ഉണ്ട്. കാരണം കാൽഷ്യം ലെവൽ ഫോസ്ഫറസ് ലെവൽ ആൾട്ടർ ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ യൂഷ്വലി നമുക്കറിയാം കിഡ്നി ഇഞ്ചർ ആവുന്ന സമയത്ത് ഫോസ്ഫറസ് ഫിൽട്ടർ ചെയ്യപ്പെടാറില്ല. അപ്പോൾ ഫോസ്ഫറസിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടി വരും. അപ്പോൾ ഈ ഫോസ്ഫറസ് എന്താ ചെയ്യുക, കാൽഷ്യമായിട്ട് ബൈൻഡ് ചെയ്ത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ കാൽഷ്യം ഫോസ്ഫേറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ കാൽഷ്യം അവിടെ കിട്ടത്തില്ല, മനസ്സിലായി. അപ്പം ഫ്രീ കാൽഷ്യത്തിൻ്റെ ലെവൽ യൂഷ്വലി എന്താവും, കുറവായിരിക്കും. അപ്പം CKD പേഷ്യൻ്റ് യൂഷ്വലി കാൽഷ്യം ഫോസ്ഫേറ്റ് ലെവൽ പോയി കഴിഞ്ഞാൽ ഹൈപ്പോ കാൽസീമിയ, ഹൈപ്പർ ഫോസ്ഫറ്റീമിയ വേണ്ട കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. പിന്നെ നേരത്തെ ജലീം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഹൈപ്പർ പാരാതൈറോയിഡിസം ഡിസോർഡേഴ്സ് ഒക്കെ നമുക്കറിയാം. പാരാതൈറോയിഡ് റിലീസ് ചെയ്യുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ്, നമ്മുടെ തൈറോയിഡിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഒരു ഗ്രന്ഥിയാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ആ ഗ്രന്ഥിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ പാരാതൈറോയിഡ് ഹോർമോൺ. അപ്പോൾ നേരത്തെ ജലീം പറഞ്ഞ പോലെ തന്നെ പാരാതൈറോയിഡ് ഹോർമോൺ എന്താ ചെയ്യുന്നത്, ബോണിൽ നിന്ന് കാൽഷ്യം വലിച്ചിട്ട് ബ്ലഡ് കൂട്ടും. ബ്ലഡിൽ കാൽഷ്യം കൂടിയെന്ന് കാണുമ്പോൾ വേറൊരു ഹോർമോൺ ആക്ടിവേറ്റ് ആവും, ദാറ്റ്സ് കോൾഡ് കാൽസിറ്റോണിൻ. അപ്പോൾ ഈ കാൽസിറ്റോണിൻ എന്താ ചെയ്യുന്നത്, ബ്ലഡിൽ കൂടിയെന്ന് കാണുമ്പോൾ ഈ കാൽഷ്യം എടുത്തിട്ട് ബോൾ ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പോൾ ഇതൊരു സൈക്കിളാണ്. അപ്പോൾ ബ്ലഡിൽ ജലീം പറഞ്ഞ പോലെ എപ്പോഴും കാൽഷ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ നിൽക്കുന്നുണ്ട്. അപ്പം ഓസ്റ്റിയോപോറോസിസ് പറഞ്ഞ കണ്ടീഷൻ, അപ്പം ഈ ഹൈപ്പർ ചില പേഷ്യൻസിന് ഹൈപ്പർ പാരാതൈറോയിഡിസം ആ ഒരു ഡിസീസ് ഉണ്ട്. ആ സമയത്ത് പാരാതൈറോയിഡ് ഹോർമോൺ ലെവൽ നല്ലോണം കൂടും. ആ സമയത്ത് ബോൺ നല്ലോണം വലിക്കും കാൽഷ്യം. ബോൺ നല്ലോണം വലിച്ചു കഴിഞ്ഞാൽ ബോണിൽ കാൽഷ്യം കുറയും. ദാറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ ഓസ്റ്റിയോപോറോസിസ്. മനസ്സിലായി. നമുക്ക് വേറെ കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ സ്റ്റോൺ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നാണ്. കാരണം ഈ കാൽഷ്യം ഡെപ്പോസിഷൻ കൂടുന്നത് കൊണ്ടാണോ സ്റ്റോൺ ഉണ്ടാവുന്നത്? ആക്ച്വലി കാൽഷ്യം ഡെപ്പോസിഷൻ അധികം നടക്കുന്നില്ല നമ്മളുടെ ബോഡിയിൽ. ഈ സ്റ്റോൺ ഉണ്ടാകാനുള്ള പ്രൈമറി ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവുന്നതാണ്. ഓക്കെ, യൂറിൻ കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ എന്ത് പറ്റും, അതിലുള്ള ഇലക്ട്രോലൈറ്റ്സും ഒക്കെ വന്ന് ഒരു സ്റ്റോൺ ഫോർമേഷൻ നടക്കുന്നതാണ്. അതും കാൽഷ്യം സ്റ്റോൺസ് തന്നെ ആയിരിക്കണം എന്നുമില്ല എപ്പോഴും. ചിലപ്പോൾ അത് യൂറിക് ആസിഡ് സ്റ്റോൺസ് ആയിരിക്കാം, ചിലപ്പോൾ അത് കാൽഷ്യം ഫോസ്ഫേറ്റ് സ്റ്റോൺസ് ആയിരിക്കാം. അതൊന്നും എക്സസ് കാൽഷ്യം കാരണം വരുന്നതല്ല. കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ അത് വേറെ പല കാരണങ്ങൾ കാരണമാണ് ഈ സ്റ്റോൺ വരുന്നത്, അല്ലാതെ ഹൈപ്പർ കാൽസീമിയ കാരണം വരുന്നതല്ല ഈ സ്റ്റോൺസ്. അപ്പോൾ ഹൈപ്പർ കാൽസ്യം ഉള്ളൊരു പേഷ്യൻസിന് വരണമെന്ന് നിർബന്ധമില്ല. കാൽഷ്യം ഈ കിഡ്നി സ്റ്റോൺ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അതുകൊണ്ട് കാൽഷ്യമും ഈ സ്റ്റോൺ ഫോർമേഷനും കിഡ്നി സ്റ്റോൺ ഫോർമേഷനും റിലേറ്റഡ് അല്ല. അതുകൊണ്ട് നമ്മൾ കാൽഷ്യം റെസ്ട്രിക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് ആക്ച്വലി അത് എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല. ഞാൻ ഇത്ര ആളും വിചാരിച്ചോണ്ടിരുന്നത് കാൽഷ്യം കൂടുമ്പോഴാണ് ആക്ച്വലി കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ട്. കാരണം നമ്മൾ വേർഡ് സ്റ്റോൺസ് പോലെ കിട്ടുന്ന കാൽഷ്യം മാത്രമല്ല നമ്മളിപ്പോൾ ഇത് കേട്ടിട്ടില്ല, കിഡ്നി സ്റ്റോൺ ഉള്ള പേഷ്യൻസിൽ നമ്മൾ പറയും നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കണം എന്നൊക്കെ പറയും. ഈ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്, നമ്മൾ യൂറിൻ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം കുടിക്കുന്നത്. ഓക്കെ, ഈ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആകുമ്പോഴത്തേക്കിനുമാണ് അത് പയ്യെ സ്റ്റോൺസ് ആയി മാറുന്നത്, അങ്ങനെ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് എപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കണം. ഓക്കെ, ഡൈല്യൂട്ടഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോൺ ഫോർമേഷനുള്ള ചാൻസസ് കുറയും. ഓക്കെ, പ്രോപ്പർ ഹൈഡ്രേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് മെയിൻലി സ്റ്റോൺ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു കിഡ്നി സ്റ്റോൺസ് ഉള്ളൊരു പേഷ്യൻസിനും
കാൽഷ്യം റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമില്ല. റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ നമ്മളൊരു മോഡറേഷനിൽ വേണം. അപ്പോൾ നമ്മൾ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് ആ പേഷ്യൻറ്റിന് എത്ര എമൗണ്ട് ഓഫ് കാൽഷ്യം വേണം പോകാനായിട്ട് എന്ന് നമ്മൾ നോക്കണം. നമ്മൾ കെയർഫുൾ ആയിരിക്കണം, പക്ഷെ റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിന്ന് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തല്ലേ, എത്രത്തോളം കാൽഷ്യം എടുക്കണം, കാൽഷ്യം കൊണ്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഇപ്പം ഓൾഡ് ഏജുകളായി കഴിഞ്ഞാലും പോസ്റ്റ് മെനോപോസലായി കഴിഞ്ഞാലും കാൽഷ്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡി ഫങ്ഷന് ഒക്കെ കുറേ ഡിസ്കസ് ചെയ്തു. അതിൽ നിന്ന് അതെ, നമ്മളിപ്പം ബോണിൻ്റെ കാര്യമായാലും നമ്മുടെ ബോൺ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡെയിലി ഇൻടേക്ക് ഓഫ് കാൽഷ്യം അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് നമുക്ക് എടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഡിസീസസിനെ പറ്റി ഡിസ്കസ് ചെയ്തു, എങ്ങനെയാണ് കാൽഷ്യം കുറവാണെങ്കിൽ അല്ലെങ്കിൽ കാൽഷ്യം കൂടുതലാണെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ കിഡ്നി സ്റ്റോൺസിനെ പറ്റി ഡിസ്കസ് ചെയ്തു, സ്റ്റോൺ ഫോർമേഷനെ പറ്റിയും അത് എങ്ങനെ കാൽഷ്യമായിട്ട് റിലേറ്റഡ് അല്ല എന്നും പിന്നെ നമ്മൾ എപ്പോഴാണ് കെയർഫുൾ ആവേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഐ ഹോപ്പ് ഈ ഒരു സെഷൻ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു അസ്. പിന്നെ ഇതുപോലെയുള്ള പുതിയ വീഡിയോസിനായിട്ട് മെഡ്വെഞ്ചർ ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യുക.